not the material capacity. ലോക ജനങ്ങളെ ഒരു മാസക്കാലം ഗസയിലെ മുസ്ലിം ആബാല വൃദ്ധം ജനസമാജത്തിന്റെ കൂടെ ജീവിച്ച പരിചയത്തിന്റെ പുറത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്ന് ആ യുവതി എന്താ ചോദിച്ചത്? ഹാവ് യു ഫൗണ്ട് എനിവൺ? ഒരാണിനെയോ ഒരു പെണ്ണിനെയോ ഗസയുടെ മണൽത്തരികളിൽ എവിടെയെങ്കിലും ആത്മഹത്യ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈവൻ ദോ ഇൻ ദിസ് ഗ്രേറ്റ് ഹങ്കർ, ലോകം കണ്ട ഏറ്റവും തീവ്രമായ വിശപ്പ്, ഏറ്റവും ഭീകരമായ ദാഹം, ഉറ്റവർ മരിച്ചു പോവുക, ഉടയവർ മരിച്ചു പോവുക. നമ്മളൊക്കെ മരിക്കാൻ, നമ്മളിൽ ആത്മഹത്യ പെരുകാൻ. ഇപ്പൊ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട 2025 കണക്കില് കേരളം ദേശീയ ശരാശരിയിൽ ആത്മഹത്യയുടെ വിഷയത്തില് 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. അപ്പൊ ആത്മഹത്യ തടയാൻ ഭൗതിക വിദ്യാഭ്യാസം ഒരു പരിഹാരമല്ല എന്ന് നമുക്ക് ശപഥം ചെയ്ത് പറയാം. ആത്മഹത്യ തടയാൻ സാമ്പത്തിക സുസ്ഥിരത ഒരു പരിഹാരമല്ല എന്ന് നമുക്ക് അടിവരയിട്ട് പറയാം. ആത്മഹത്യ തടയാൻ യൂണിവേഴ്സിറ്റികൾ പെരുകൽ ഒരു പരിഹാര പ്രക്രിയയാണ് എന്ന് തെറ്റുധാരണയാണ് എന്ന് നമുക്ക് രായിക്ക് രാമായണം വിളംബരം ചെയ്യാം. കാരണം എന്താണ്? ഗസയിൽ ഇതൊന്നും ഇല്ലല്ലോ, ഗസയിൽ ഇതൊന്നുമില്ല. എന്നിട്ട് അവർ ആത്മഹത്യയിൽ നിന്ന് തടഞ്ഞ എന്താ? ബിക്കോസ് ഓഫ് സ്പിരിച്വൽ കപ്പാസിറ്റി. അവരുടെ കയ്യിൽ ആകെയുള്ള കപ്പാസിറ്റി മെറ്റീരിയലിസം അല്ല, സ്പിരിച്വാലിറ്റിയാണ്. ഇത് വലിയ വ്യത്യാസമാണ് അല്ലേ? അപ്പൊ നമ്മള് ഓരോ വെള്ളിയാഴ്ചയും പള്ളിക്ക് വിളിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് 4 റക്അത്തുള്ള നമസ്കാരത്തെ 2 റക്അത്താക്കി ചുരുക്കാൻ ആ വാക്കുള്ള പ്രസംഗം അവിടെ മിമ്പറിൽ നിർവഹിക്കപ്പെടാൻ എന്താണ്? തഖ്വല്ലാഹ്. ഒരുത്തനെ പേടിച്ച് മാത്രം നിങ്ങൾ ജീവിച്ചാൽ മതി. വേറൊരു മഖ്ലൂക്കിനെയും പേടിച്ച് നിങ്ങൾ ജീവിക്കരുത്. അല്ലേ? അവരാകെ ചെയ്തത് റബ്ബിനെ പേടിച്ചു എന്നുള്ളതാണ്. ഇസ്രായേൽ പട്ടാളക്കാരൻ ഒരു യുവതി എങ്ങനെ പിടിക്കുമ്പോ ഗുഹയുടെ ഉള്ളിൽ നിന്ന് അവൾ പുറത്തേക്ക് വരണം. അവൾ ആദ്യം ചോദിക്കുന്നത് പ്രാണനല്ല, എനിക്ക് ജീവൻ വേണം എന്നല്ല, വെള്ളം വേണം എന്നല്ല, എന്റെ സ്കാർഫ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ, ഈ കെട്ടിടം തകർന്ന് തരിപ്പണമാകുന്നതിന്റെ ഇടയിൽ എന്റെ ശിരോവസ്ത്രം, എന്റെ മക്കന, എന്റെ മഫ്ത അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ ഹിജാബ് കിട്ടണം. എന്റെ ഹിജാബ് കിട്ടിയിട്ട് ഞാൻ പുറത്തു വരാം. എന്റെ സ്പിരിച്വൽ കപ്പാസിറ്റി, ഭക്ഷണം കിട്ടിയിട്ട് ദിവസങ്ങളായി അല്ലേ? അപ്പോഴും ചോദിക്കുന്നത് എന്റെ ഔറത്ത്, എന്റെ റബ്ബിനോടുള്ള എഗ്രിമെന്റ് ആണ്, അള്ളാഹുവിനോടുള്ള എഗ്രിമെന്റ് ആണ്. ആ രീതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവന് ആത്മഹത്യ പരിഹാരം